കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസ് ആണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം ചേർന്ന് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ അനിൽ ബോസ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇന്നിപ്പം ഏറെ നിർണായകമായ ദിവസം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ നിർണായകമാണ്. ഡൽഹിയിൽ നിന്നും ഒരു തീരുമാനമൊക്കെ ഇന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ശ്രീ അനിൽ ബോസ്? ഇന്ന് തീരുമാനം വരുമോ എന്നെനിക്കറിയില്ല. എന്തായാലും ഇന്ന് രാത്രിയോ നാളെയോ തീരുമാനം ഉണ്ടാവും. ചർച്ചകളിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള കോലാഹലങ്ങളൊന്നും നേതൃനിരയിലില്ല. ചർച്ചയിൽ ഈ മലയാളം ചാനലുകളിലും സൈബർ ഇടങ്ങളിലുമൊക്കെ കാണുന്ന പോരാട്ടമൊന്നും MLA-മാരുടെ യോഗത്തിലോ പാർട്ടി നേതൃതലത്തിലോ ഇല്ല എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹം മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ തർക്കം ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാകേണ്ടത് യോഗങ്ങളിലാണ്. അതിൽ അവകാശമുള്ളവരാണ് തമ്മിൽ തർക്കിക്കേണ്ടത്. അങ്ങനൊന്നും ഒരു തർക്കവും ഇല്ല. നേതാക്കൾ പോലും ഈ പറയുന്ന വളരെ പ്രാക്ടിക്കലായിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ 2-3 നേതാക്കൾ ഒരുമിച്ചാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. ആ ചർച്ചകൾക്ക് ശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള എല്ലാവരും അംഗീകരിക്കുന്ന തീരുമാനം ഉണ്ടാകും. അതിനാണല്ലോ പാർലമെൻ്ററി പാർട്ടി കൂടി ഐക്യകണ്ഠേന കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഔദ്യോഗികമായി നല്ലൊരു തീരുമാനം വരും. ശരി, അങ്ങിപ്പോൾ ഇങ്ങനെ നേതാക്കൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുമ്പോഴും നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന കാഴ്ചകൾ അങ്ങനെയല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പതിവാണ് ഈ കാര്യമൊക്കെ ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇവിടെ എല്ലാവരും നേതാക്കളാണ്, എല്ലാവർക്കും പറയാനുള്ള അർഹതയും അവകാശവും ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ശ്രീ അനിൽ ബോസ് നോക്കൂ, 102 സീറ്റ് എന്നൊരു ഗംഭീര വിജയം, അതിൻ്റെ തിളക്കം കെടുത്തുന്ന പരിപാടികളല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പോലും ഒരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല. തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയല്ലേ? അതായത് ഒരു 102-ൻ്റെ വിജയമെന്ന് പറയുന്നത് ഒരു മഹാവിജയമാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ MLA-മാരോ പാർട്ടി നേതാക്കളോ ആരും തന്നെ പെരുമാറാൻ പാടില്ല. ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ 1 മാസത്തോളം വൈകി. ആ സന്ദർഭത്തിൽ UDF ഒരു തരംഗമാകുന്നു, കോൺഗ്രസ് ഒരു തരംഗമാകുന്നു, നമ്മൾ ഭരണത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ വർഷങ്ങളായി ഈ പാർട്ടിയെ നയിച്ച ഒന്നാം നിര നേതാക്കൾ 4-5 പേരുണ്ട്. 1-2 പേരല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 2-3 പേരല്ല, അതിൽ കൂടുതൽ ആളുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ടവരാണ്. ഉദാഹരണം ശ്രീ K. മുരളീധരൻ, നിങ്ങളധികം ചർച്ച ചെയ്യാത്തൊരു പേരാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും BD സതീശനുമൊക്കെ എത്രയോ കാലം മുമ്പ് KSU പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും നിയമസഭയിൽ തന്നെ അവരെക്കാൾ എത്രയോ സീനിയറാണ്. അപ്പോൾ അത്തരം ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്നതാണ് നിയമസഭാ കക്ഷി. പക്ഷെ ചർച്ച ചെയ്യുന്നത് 2-3 പേരുകളാണ്. അത് മാധ്യമത്തിന് കിട്ടുന്ന കണ്ടന്റുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് നേതാക്കളുള്ള പാർട്ടിയിൽ ആ നേതാക്കളെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള, അടുത്തറിഞ്ഞിട്ടുള്ള, അവരുടെ കഴിവുകൾ പരസ്പരം അറിയുന്ന ആളുകൾ ചിലർക്ക് ചിലരോട് ഇഷ്ടം കൂടുതൽ വരും. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവ് മുഖ്യമന്ത്രിയാകണമെന്ന് അടുപ്പക്കാർ ആഗ്രഹിക്കുന്നതിനെ തെറ്റു പറയാൻ കഴിയില്ല. അത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതിനും ഞാൻ തെറ്റു പറയില്ല. പക്ഷേ ഇപ്പോൾ കാണുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിന് അപ്പുറമുള്ള ചില കാര്യങ്ങൾ കാണുന്നു. അത് കാണുന്നത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല. ഇപ്പോൾ KC വേണുഗോപാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. അദ്ദേഹം 3 തവണ MLA ആയും 3 തവണ MP ആയും സംസ്ഥാന മന്ത്രിയായും കേന്ദ്രമന്ത്രിയായും പ്രവർത്തിച്ച് യൂണിറ്റിൽ കോളേജ് യൂണിയൻ ചെയർമാൻ, കൗൺസിലർ തുടങ്ങി സംസ്ഥാന മന്ത്രി, കേന്ദ്രമന്ത്രി തുടങ്ങി ഇന്ന് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ നോക്കുന്ന കമ്മിറ്റി, അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നമ്പർ 1 എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും വലിയ കീ പോയിന്റിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ പോലൊരാളുടെ കോലം കത്തിക്കുക, അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിൽ കരിയോലൊഴിക്കുക, അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് കീറുക, അതൊരിക്കലും ഒരു കോൺഗ്രസ് മനസ്സുള്ളവന് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച ശ്രീ VD സതീശൻ, ആ VD സതീശൻ്റെ ഏതെങ്കിലും ഒരു ഫ്ലെക്സ് ബോർഡ് കത്തിക്കുകയോ അല്ലെങ്കിൽ വലിച്ചു കീറുകയോ ഒരു കോൺഗ്രസ് മനസ്സുള്ളവൻ ചെയ്യാൻ പാടില്ല. അപ്പം ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ കാണേണ്ടത് എല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങളെല്ലാം കോൺഗ്രസ് ആസൂത്രിതമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഞങ്ങളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ഇത് ഏത് കോണിൽ നിന്നാണ് ഉയർന്നു വരുന്നത്, ഏത് സംഘടനയാണ് ബിഹൈൻഡ് ദ കർട്ടൻ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. ഗവൺമെൻറ് അതൊക്കെ അന്വേഷിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഗവൺമെൻറ് അത് അന്വേഷിക്കണം. ഇവിടെ VD സതീശൻ കൊള്ളാം എന്ന് പറയാൻ ഏതൊരു കോൺഗ്രസ്സുകാരനും പൊതുസമൂഹത്തിനും അവകാശമുണ്ട്. രമേശ് ചെന്നിത്തല കൊള്ളാം എന്ന് പറയാൻ അവകാശമുണ്ട്. KC വേണുഗോപാൽ കൊള്ളാം എന്ന് പറയാൻ അവകാശമുണ്ട്. അത് ആര് വേണമെന്ന് MLA-മാരാണ് തീരുമാനിക്കുന്നത്. അവരുടെ നേതാവിൻ്റെ പേര് തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനുള്ള അധികാരവും അവകാശവും ഒറ്റയ്ക്കും കൂട്ടായും കോൺഗ്രസ് പ്രസിഡന്റിൽ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റൊരു തർക്കത്തിൻ്റെ പ്രസക്തിയിൽ ആരാധകർ പറഞ്ഞോട്ടെ. പക്ഷേ അതിര് വിട്ട്
പകയോടുകൂടി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ മാർക്സിസ്റ്റുകാർ ചെയ്യാത്ത, BJPക്കാർ ചെയ്യാത്ത അത്രയും നീതിരഹിതമായി, നിഷ്ഠൂരമായി, നികൃഷ്ടമായി ആക്ഷേപിക്കുന്നുവെങ്കിൽ അതിന് ചില അജണ്ടകളുണ്ട്. ആ അജണ്ടയുള്ളവരാണ് അത് ചെയ്യുന്നത്. അല്ലാതെ അത് VD സതീശൻ ചെയ്യിക്കുന്നതാണ് ഇത് പൂർണ്ണം എന്ന് ഞാൻ പറയില്ല. അദ്ദേഹത്തിനോട് നടക്കുന്ന പ്രതിഷേധങ്ങൾക്കൊക്കെയും ഒരു സെക്കൻഡ് സേതു, ഒരു സെക്കൻഡ്. ഇന്നലെ ശ്രീ VD സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. 102 MLA-മാരുടെ വിജയം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ തന്നത്. അതിനെ അലങ്കോലപ്പെടുത്തുന്ന, അപഹസിക്കുന്ന ഒന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം പോസ്റ്റ് ഇട്ടു. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. പക്ഷേ അത് അദ്ദേഹം 1 മാസം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു എന്ന അഭിപ്രായം കൂടി എനിക്കുണ്ട്. എറണാകുളത്തെ മുഖ്യമന്ത്രി വേണമെന്നൊരു നേതാവ് പറഞ്ഞപ്പോൾ തൊട്ട് പിറ്റേ ദിവസം അത്തരം ചർച്ചകൾക്ക് പ്രസക്തിയില്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കും, MLA-മാർ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടായിരുന്നു. 1 മാസം വൈകിപ്പോയി എന്ന ദുഃഖം എനിക്കുണ്ട്. ഇത്തരം ഒരു അവസ്ഥാന്തരീക്ഷം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നൊരാളുടെ അഭിപ്രായം വ്യക്തമായിട്ട് എനിക്കുണ്ട്. ഒരു തർക്കമില്ലാത്ത കാര്യം, അതിന് ആരും പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് പാർട്ടി അറിഞ്ഞാണ് ചെയ്യുന്നത്. VD സതീശൻ അറിഞ്ഞാണ് ഈ KC വേണുഗോപാലിൻ്റെ കോലം കത്തിക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലെക്സ് കീറുന്നത്, കരിയോല ഒഴിക്കുന്നത് എന്ന ആരോപണം എനിക്കില്ല. പക്ഷേ VD സതീശനോടുള്ള സ്നേഹത്തിൻ്റെ മറവിൽ ഇതാരാണ് ചെയ്യുന്നത്? രമേശ് ചെന്നിത്തലയോട് ഉള്ള സ്നേഹത്തിൻ്റെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പും ഫ്രാക്ഷനും ഒക്കെ ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് രമേശ് ചെന്നിത്തലയുടെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ആക്ഷേപം ആരെങ്കിലും പറയാമോ? ആരെങ്കിലും പറയാൻ പാടുള്ളൂ? VD സതീശനെ ആക്ഷേപിക്കാൻ അറിയാവുന്ന ആളുകൾ, ഇനി KC വേണുഗോപാലിനോട് ഭക്തിയുള്ള എത്രയോ ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട് ഈ പാർട്ടിയിൽ. അവർക്ക് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, സതീശൻ്റെ ഫ്ലെക്സ് കീറ്, സതീശനെ ആക്ഷേപിക്കുക, പറഞ്ഞാൽ പോരെ? പറഞ്ഞോ? അപ്പോൾ ഈ 1 മാസക്കാലം KC വേണുഗോപാലിനെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സതീശനാണ് എന്ന് ഞാൻ പറയുന്നില്ല. സതീശനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് പിന്നിൽ മറ്റൊരു പകയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അത് സംഘടനാപരമാണ്, അത് പാർട്ടിപരമല്ല. കോൺഗ്രസ് പാർട്ടിയുടെ UDF സംവിധാനത്തിൻ്റെ ഭാഗമല്ല. ചില ആളുകൾ അതിൻ്റെ അകത്ത് ബോധപൂർവം ചെയ്യുന്നുണ്ട്. അതൊക്കെ കോൺഗ്രസ് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ കരുതി അത്തരം ശക്തികൾ ആരായാലും അവർക്കെതിരെ പ്രതിരോധം തീർക്കും. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു പാർട്ടിയെ പൊതുനിരത്തിൽ ഭീഷണിപ്പെടുത്തി, ജാഥ നടത്തി, വെല്ലുവിളിച്ച്, കോലം കത്തിച്ച് അങ്ങനെ വിരട്ടിക്കളയാമെന്ന വ്യാമോഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഏത് സംഘടനയാണ്? വ്യക്തമാണ്. ശ്രീ അനിൽ ബോസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ റേസിൽ എന്തിനാണ് KC എന്നുള്ളതാണ്. ഇപ്പം അങ്ങ് തന്നെ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് KC. അതായത് ഓരോ സംസ്ഥാനത്തും ഈ പാർട്ടി, കോൺഗ്രസ് പാർട്ടി എങ്ങനെ പോകണം, ആര് ഭരിക്കണം എന്ന് പോലും തീരുമാനിക്കാൻ ചുമതലപ്പെട്ടൊരു നേതാവ് കൂടിയാണ് KC. അങ്ങനെ ഒരാൾ എന്തിന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വാശി പിടിക്കണം? അദ്ദേഹം രാജ്യത്തെ നയിക്കാൻ പോലും നിയോഗിക്കപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളല്ലേ? ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ 10 പേർ തെരഞ്ഞെടുക്കപ്പെടുന്ന കാലഘട്ടത്തിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുടെ പേരാണ് ശ്രീ പ്രണബ് കുമാർ മുഖർജി. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റായി. ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന കാലത്ത്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന കാലത്ത്, റിസർവ് ബാങ്ക് ഗവർണർ ആകുമ്പോഴല്ല, അതിനു മുമ്പ്, വർഷങ്ങളോളം മുമ്പ്, എന്ന് പറഞ്ഞാൽ 1/4 നൂറ്റാണ്ട് മുമ്പ്, മനസ്സിലായില്ലേ, ഇന്ത്യയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നയാളാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പ് മോസ്റ്റ് ലീഡറാണ് പ്രണബ് കുമാർ മുഖർജി. അദ്ദേഹത്തെ മാറ്റി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി പ്രധാനമന്ത്രിയായി നിശ്ചയിക്കുന്നത് വെറുതെ അദ്ദേഹം വന്ന് കയറിയിരുന്നതാണോ? പാർട്ടിയുടെ ഡിസിഷനാണെന്ന്. 10 വർഷക്കാലം UPA ഗവൺമെൻറ് നയിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിനെ തീരുമാനിച്ചതിന് ഒരു പ്രോട്ടോക്കോളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ. അത് പാർട്ടിയല്ലേ തീരുമാനിക്കണം അവരെ ആര് നയിക്കണമെന്ന്. ആ പാർട്ടിയുടെ ജനപ്രതിനിധികളല്ലേ തീരുമാനിക്കണം അവരാരെ നയിക്കണമെന്ന്. അതുകൊണ്ട് എന്തിന് KC എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞാൻ ചോദിക്കട്ടെ, K. കരുണാകരൻ 2 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമ്പോൾ AK ആന്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം MLA ആയിരുന്നില്ല. അത് പാർട്ടിയുടെ ഡിസിഷനാണെന്നേ, പാർട്ടിയുടെ അധികാരമാണ് ആര് വേണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടുമെന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, ഇല്ലേ? ആ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് ശ്രീ EK നായനാരാണ്. അദ്ദേഹം MLA ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് MLA? ഈ സംസ്ഥാനത്ത് ഇപ്പം ഒഴിയുന്ന മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ എന്തിനാണ് രാജിവെച്ച് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്? തോറ്റുപോയി. പിന്നെ ശൈല ടീച്ചർ എന്തിനാണ് വടകരയിൽ പോയി മത്സരിച്ചത്? MLA ആയിട്ടിരിക്കുമ്പോൾ മത്സരിച്ചത് എന്തിനാണ്? കുഞ്ഞാലിക്കുട്ടി എന്തിനാണ് വേങ്ങര രാജിവെച്ച് മലപ്പുറത്ത് പാർലമെൻറ്റിൽ മത്സരിച്ചത്? അതിനുശേഷം ആ കാലാവധി നിൽക്കെ അദ്ദേഹം എന്തിനാണ് രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ചത്? ഇതൊക്കെ ഓരോ പാർട്ടിയുടെയും ഓരോ സമയത്തെ തീരുമാനങ്ങളാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം അനുശാസിക്കുന്ന, ഭരണഘടന അനുശാസിക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ തീരുമാനമാണ് ഇത്തരം. എന്തിനാണ് പാർലമെൻ്ററി പാർട്ടി? എന്നാൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരിട്ട് അങ്ങ് തിരഞ്ഞെടുത്താൽ പോരെ?
ജനമാണ് തീരുമാനിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുഴുവൻ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കണം. മനസ്സിലായില്ലേ? പഞ്ചായത്ത് പ്രസിഡന്റിനെ മുഴുവൻ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കണം. അങ്ങനെയല്ലല്ലോ. എറണാകുളത്ത് കൊച്ചി മേയറെ തിരഞ്ഞെടുത്തപ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയപരമായി സംഘടനാപരമായി ഏറ്റവും കൂടുതൽ ചുമതലയുണ്ടായിരുന്ന KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസ് ആകാതെ പോയത്? അതിന് നടപടിക്രമം. അല്ല ശ്രീ അനിൽ ബോസ്, നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വന്ന സമയത്ത് ഏറ്റവും തർക്കമുണ്ടായത് MP-മാർ സ്ഥാനാർത്ഥികളാകുന്ന കാര്യത്തിലല്ലേ? ഈ കെ സുധാകരൻ ഒക്കെ എടുത്ത തീരുമാനത്തെ തുടർന്ന് എത്ര ദിവസമാണ് ആ പട്ടിക അനിശ്ചിതത്വത്തിലായത്? പിന്നീട് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെയും ഇടപെട്ട് സംസാരിച്ചൊക്കെയല്ലേ ഇതൊക്കെ ഒരു തീർപ്പാക്കിയത്. അപ്പം അന്നേ ഒരു തീരുമാനം എടുത്തിരുന്നു ഹൈക്കമാൻഡ്. ഇപ്പോൾ അതിൽ നിന്നും വ്യതിചലിക്കുകയാണെങ്കിൽ പിന്നീട് തീരുമാനങ്ങൾക്കൊക്കെ എന്താണ് പ്രസക്തി? ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട. ലോക്സഭയിലെ ഉപനേതാവ് ആരാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ പ്രതിപക്ഷ ഉപനേതാവായിട്ട് കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ് എന്ന് സേതുവിന് അറിയാമോ? ഗൗരവ് ഗൊഗോയി ലോക്സഭാംഗമാണ്. അദ്ദേഹം ആസാമിൽ പാർലമെൻറ്റിലേക്ക് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. അറിയില്ലേ? അത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമല്ല, ആ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ട തീരുമാനമാണ്. ഇപ്പോൾ കേരളത്തിലെ നേതൃത്വം ഒരു കാര്യം ശുപാർശ ചെയ്താൽ, ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ മാനദണ്ഡം ഇവിടുത്തെ ലീഡർഷിപ്പ് നിശ്ചയിച്ചു തന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ആരെങ്കിലും പാർലമെൻറ്റ് അംഗം, ഞാൻ ചോദിക്കുന്നു, ആദ്യമായിട്ടാണോ ഒരു പാർലമെൻറ്റ് അംഗം നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്? ആദ്യമായിട്ടാണോ? അതാണ് ഞാൻ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ നിരവധി ആളുകൾ MP ആയിട്ടിരുന്നപ്പോൾ MLA ആയും MLA ആയിരുന്നപ്പോൾ MP ആയും ഒക്കെ മത്സരിച്ചിട്ടുണ്ടെന്നേ. അതൊക്കെ എല്ലാ പാർട്ടികളും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കെ സുധാകരൻ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ, അല്ലെങ്കിൽ MK രാഘവൻ അടക്കമുള്ള നേതാക്കളൊക്കെയും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതും, പക്ഷേ പിന്നീട് ഹൈക്കമാൻഡ് വന്ന വാർത്തകളൊക്കെ എങ്ങനെയായിരുന്നു? ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു തീരുമാനമുണ്ട്, MP-മാർ മത്സരിക്കണം, ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടി കാര്യങ്ങൾ പോകേണ്ട, അത് കുഴപ്പമാകും എന്ന് തീരുമാനിക്കുകയും ഈ ഒരു തീരുമാനത്തിലേക്ക് വരികയായിരുന്നു. ശ്രീ അനിൽ ബോസ്, എന്റെ ചോദ്യം ഇതല്ല. ഇപ്പം KC CM ആയാൽ ഇപ്പം ഉറപ്പായും അദ്ദേഹത്തിന് MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഒന്ന് ക്ലാരിറ്റി വരുത്തി പോവാം. ഇത് കേൾക്കൂ ഒരു സെക്കൻഡ്. ഒന്ന് ക്ലാരിറ്റി വരുത്തി പോകാം. നിങ്ങൾ പറഞ്ഞ വാദഗതിയോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അടൂർ പ്രകാശ് ആഗ്രഹിച്ചിട്ടുണ്ട്, സുധാകരൻ, രണ്ടും MK രാഘവൻ, 3 പേരാണ് പരസ്യമായി ചർച്ചകളിൽ വന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ള. ആ 3 പേര് ഞാൻ അംഗീകരിക്കുന്നു. മറ്റുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി താങ്കൾ പറഞ്ഞ പ്രകാരം അവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ വേണ്ട എന്ന് തീരുമാനിച്ചത് രാഹുൽ ഗാന്ധിയാണോ? അവർ വേണ്ടെന്ന് തീരുമാനിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെയാണോ? അവർ വേണ്ട എന്ന് തീരുമാനിച്ചത് KC വേണുഗോപാലാണോ? കേരളത്തിൽ ഇന്നൊരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടെന്നേ. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പറയുകയാണ് അവർ മത്സരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഇളവ് കൊടുക്കുമായിരുന്നു. ആ കമ്മിറ്റി പറഞ്ഞില്ല. അതിന് ഹൈക്കമാൻഡിന് എന്തിനാണ് കുറ്റം പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ലോക്സഭയിൽ ഉപനേതാവായിട്ടുള്ള ഗൗരവ് ഗൊഗോയി ആസാമിൽ മത്സരിച്ചല്ലോ. ആ സംസ്ഥാനത്തെ നേതൃത്വം അദ്ദേഹം മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ്. അപ്പോൾ അത് ആവശ്യപ്പെടാത്തതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തോ മഹാപാതകം ചെയ്തു എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ അനിൽ ബോസ്, ഇപ്പം ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നത്, ഇപ്പം KC CM ആവുകയാണെങ്കിൽ തന്നെ വെച്ചോളൂ, അങ്ങനെ ആയാലും ഉറപ്പായാലും അദ്ദേഹത്തിന് MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഉറപ്പായും മറ്റൊരു MLA-യും രാജിവെക്കേണ്ടി വരും. ഇതിൽ എവിടെയെങ്കിലും ഒരു പരാജയം ഉണ്ടായാൽ, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ, എവിടെയെങ്കിലും ഒരു പരാജയം ഉണ്ടായാൽ ഇതിന്റെ പരാജയ ഭാരം ആരേറ്റെടുക്കും? അല്ല, അത് വരട്ടെ. തോക്കിനകത്ത് കയറി എന്തിനാ സേതു വെടിവെക്കുന്നത്? ആദ്യം KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകുമോ അത് ഉറപ്പിക്കണ്ടേ? അത് ഉറപ്പിക്കാതെ എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്? KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും നിങ്ങൾ ഉറപ്പിച്ചോ? അപ്പോൾ നിങ്ങൾ വരട്ടെ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി, കോൺഗ്രസ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം ചർച്ച ചെയ്ത ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. K സുധാകരൻ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. ഉണ്ടാക്കിയോ? 17 സ്ഥലത്ത് അദ്ദേഹം സ്ഥാനാർത്ഥി നിർത്താൻ പോകുന്നു. ഉണ്ടാക്കിയോ? അദ്ദേഹം, നിങ്ങളൊരു 5 തവണയെങ്കിലും കുറഞ്ഞത് വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. അദ്ദേഹം BJP-യിൽ പോകാൻ പോകുന്നു. പോയോ? ചുമ്മാ നിങ്ങൾക്ക് നേരം പോക്കാണെന്ന് വാർത്ത. കോൺഗ്രസ് പാർട്ടിക്ക് നേരം പോക്കല്ല വാർത്ത. അത് ചർച്ച ചെയ്ത് അന്തസ്സായി ആരെ വേണമെന്ന് MLA-മാരുടെ അഭിപ്രായം, ആ MLA-മാരുടെ അഭിപ്രായം ആർക്കാണോ ഭൂരിപക്ഷം അത് പാർട്ടി പരിശോധിക്കും. ആ പറയുന്ന പേര് ജെനുവിനാണോ, അയാൾ അതിന് റൈറ്റാണോ, അയാൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉണ്ടോ, അദ്ദേഹത്തിന് ഭരണപരിചയമുണ്ടോ, അദ്ദേഹത്തിൻ്റെ ലോങ് സ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ കരിയർ എന്താണ്, അതൊക്കെ പരിശോധിക്കും. MLA-മാർ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ആ MLA-മാരുടെ ഭൂരിപക്ഷം വളരെ ഗൗരവമുണ്ട്. ആ ഗൗരവമുള്ള നിർദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ MLA-മാരും 4 പേര് വെച്ച് മുഴുവൻ MLA-മാരും കൃത്യമായ പേരുകൾ നിർദ്ദേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ കൂടി തുറന്നങ്ങ് പറയുകയാണ്. അപ്പോൾ ആ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷം ആരെ പിന്തുണയ്ക്കുന്നു അവരാകും. അത് സ്വാഭാവികമാണ്. അത് ക്രോസ് ചെക്ക് ചെയ്യും. ആ എലിജിബിൾ പേഴ്സൺ ആണോ അത്? മനസ്സിലായില്ലേ? കോൺഗ്രസ് പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയാവുന്ന ഭരണപരിചയമുള്ള ആളാണോ അത് പരിശോധിക്കാനുള്ള അവകാശമാണ്. ഇന്ന് ആ പ്രോസസ്സാണ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പ്രഖ്യാപനം ഉണ്ടാവും. X or Y ആരെ വേണമെങ്കിൽ പ്രഖ്യാപിക്കട്ടെ. 2 കൈ നീട്ടി സ്വീകരിക്കും.
അതിന് Okay. നിങ്ങൾ ശ്രീ ഈ അൽ കാണിക്കുന്ന ഹുസ്നൈൻ ഇനി കോലാഹലം, ഞാൻ ഡയറക്റ്റ് ഒരു പറഞ്ഞത് ചോദ്യം ചോദിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഇപ്പം നേതാവിനോട് അഭിനിവേശം ഉണ്ടാകുന്നു. വി ഡി സതീശൻ എന്ന നേതാവിനോട് എന്തുകൊണ്ടാവും നേതാക്കൾക്ക് ഇത്രയും ദേഷ്യം? അങ്ങനെ ചോദിക്കാനുള്ള കാരണം 3 പേരിൽ കുറവ് MLA-മാരുടെ പിന്തുണ ഇപ്പോൾ വി ഡി സതീശനാണ്. KC ഈ റേസിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ MLA-മാരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയിലേക്ക് പോകുമെന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഏറ്റവും കുറവ് MLA-മാരുടെ പിന്തുണ ഉള്ളത് വി ഡി സതീശനാണ്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തില്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് 3 പേരാണോ 5 പേരാണോ പിന്തുണച്ചതെന്ന് എനിക്കറിയില്ല. എത്ര പേര് പിന്തുണച്ചു എന്നറിയില്ല. ആ പിന്തുണച്ച ആളുകളും അത് പരിശോധിക്കാൻ വന്നവർക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ. പിന്നെ വി ഡി സതീശൻ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള നേതാവാണ്. ഒരു 30-35 വർഷത്തിലേറെ എനിക്ക് ഒരു 38 വർഷത്തോളം എനിക്ക് ഡയറക്റ്റ് അറിയാവുന്ന നേർബന്ധമുള്ള ആളാണ്. വിളിച്ചാൽ ഫോൺ എടുക്കുന്ന, കണ്ടാൽ ചേർത്ത് പിടിക്കുന്ന നേതാവാണ്. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്കാർക്ക് തർക്കമില്ലെന്ന്. രമേശ് ചെന്നിത്തല എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ വീട്ടിൽ വരുന്ന ആളാണ്. മനസ്സിലായില്ലേ? AK ആൻ്റണിയും വയലാറും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 71-ൽ MP ആയി, 72-ൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് 10 പേരുള്ള ആളായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് വയലാർ രവി. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിലെ 1ാമത്തെ കോൺഗ്രസ് നേതാവാണ്. AK ആൻ്റണി പോലും കോൺഗ്രസിലേക്ക് വരുന്നത് വയലാർ രവിയുടെ കൈപിടിച്ചാണ്. അദ്ദേഹത്തിന് കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഓരോ ആളുകളും മുഖ്യമന്ത്രിയാകുന്നത്. അത് കഴിവും പ്രഗത്ഭതയും മാത്രമല്ല, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും അന്നത്തെ പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷവും ഒക്കെയാണ്. ഉമ്മൻചാണ്ടി അദ്ദേഹത്തെക്കാൾ എത്രയോ ജൂനിയറായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ പോലും വക്കം പുരുഷോത്തമൻ മത്സരിച്ചിരുന്നു. നിങ്ങൾ അറിഞ്ഞിരുന്നോണം. 5 പേരുടെ പിൻബലമേ പാർലമെൻ്ററി പാർട്ടിയിൽ വക്കത്തിനുണ്ടായിരുന്നുള്ളൂ. ഉമ്മൻചാണ്ടിക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവുമ്പോൾ എല്ലാ MLA-മാരുടെയും പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായത്. ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നത് ജനം പ്രകടനം നടത്തിയിട്ടല്ല. 21 MLA-മാരിൽ 12ഓളം MLA-മാർ കൃത്യമായി നിങ്ങൾ പറയുന്ന, നിങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ വലിച്ച് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന KC വേണുഗോപാലിൻ്റെ ചാവേറുകൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, AP അനിൽകുമാറിനെ കുറിച്ച്, ശ്രീ സജീവ് ജോസഫിനെ കുറിച്ച്. ഇവരെല്ലാം വോട്ട് ചെയ്തിട്ടാണെന്ന് സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ കഥയറിയാതെ ആട്ടം കാണരുത്. മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കേരളത്തിൽ വന്ന് 21 MLA-മാരുടെ അഭിപ്രായം തേടി. അതിൽ ഭൂരിപക്ഷമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത്. രമേശ് ചെന്നിത്തല മോശമായതുകൊണ്ടല്ല. അതിൽ രമേശ് ചെന്നിത്തലയെക്കാളും സതീശനേക്കാളും സീനിയറായ PT തോമസും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ സഭയിൽ ഇല്ലാഞ്ഞിട്ടല്ല സതീശൻ പ്രതിപക്ഷ നേതാവായത്. അത് ആ പ്രോസസ്സാണ്. മനസ്സിലായില്ലേ? കൃത്യമായ പ്രോസസ്സാണ്. അതിലേറ്റവും കൂടുതൽ MLA-മാർ പിന്തുണയ്ക്കുന്നവർക്ക് 1ാം പരിഗണന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി. അത് തന്നെ ഇവിടെ ആവർത്തിക്കപ്പെടും. 63 MLA-മാർ. അതിൽ ഒന്നാമതായി പരിഗണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലയെണ്ണം മാത്രമല്ല, തലയെണ്ണം അനിൽ ബോസ് എന്ന് പറയുന്ന ആളെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കണമെന്ന് 50 MLA-മാർ ഒന്നിച്ച് പറഞ്ഞാൽ അവരെൻ്റെ ബയോഡാറ്റ പരിശോധിക്കില്ലേ? ഞാൻ അതിൽ എലിജിബിൾ ആണോ എന്ന് പാർട്ടി പരിശോധിക്കില്ലേ? ഞാൻ ഈ പാർട്ടിയിൽ ഏതൊക്കെ പോർട്ട്ഫോളിയോയിൽ ഇരുന്നിട്ടുണ്ടെന്ന് പരിശോധിക്കില്ലേ? അയാൾ അതിന് കേപ്പബിൾ ആണോ എന്ന് പരിശോധിക്കില്ലേ? എന്നിട്ടാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. അതിനാണ് പ്രോസസ്സ്. അല്ലെങ്കിൽ MLA-മാരുടെ യോഗത്തിൽ വോട്ടെടുപ്പായിരുന്നെങ്കിൽ ആ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ പ്രഖ്യാപിച്ചിട്ട് അങ്ങ് പോയാൽ പോരെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യത്തിൽ ഊന്നി നിന്ന് ചർച്ച ചെയ്യുക. അപ്പം നമ്മൾ ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ ആളാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. നടന്നിട്ടുള്ള കീഴ്വഴക്കങ്ങളാണ് ഞാൻ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചത്. ഓക്കെ, ശ്രീ അൽബോസ് ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം ലീഗിന്റെ ഇപ്പം ഘടകകക്ഷികളുടെ പിന്തുണ ഇപ്പം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഈസി ആയിട്ട് കേരളത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. കാരണം ഇവിടെ UDF ആണ് പ്രവർത്തിക്കുന്നത്. ടീം UDF ആയിട്ട് വരുന്നു. ഘടകകക്ഷികൾക്ക് അവരുടെ വോയിസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ 102 ഭൂരിപക്ഷം കിട്ടിവന്ന ഈ പിന്തുണയിൽ ലീഗൊക്കെ വഹിച്ച പങ്ക് നിസ്തൂലമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ ശബ്ദം കേൾക്കേണ്ടതുണ്ട്. ലീഗ് അവരുടെ പിന്തുണ ഡയറക്റ്റ്ലി അറിയിച്ചിട്ടുണ്ട്. അത് വി ഡി സതീശനൊപ്പമാണെന്നുള്ള കാര്യം അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല, ഇപ്പം കേരളം അങ്ങോളം ഇങ്ങോളം നടക്കുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു, മിനിങ്ങാന്ന് കണ്ടു, ഇന്നും ദേ പ്രതിഷേധങ്ങൾ ഉണ്ട് എന്ന വാർത്തകൾ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഓരോ സ്ഥലത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇന്നിപ്പം വന്ന വാർത്ത അനുസരിച്ച് ലീഗുകാരും ഈ വി ഡി സതീശൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഈ കാര്യങ്ങൾ കൂടി പരിഗണനയിലേക്ക് വരുമോ ഹൈക്കമാൻഡിന്റെ? ലീഗിന്റെ ഈ ഒരു നിലപാട് അങ്ങേക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കാണുന്ന പോലെ 10-25 ചാനലുകൾ വാശിക്ക് യൂട്യൂബർമാരടക്കം അവരുടെ റേറ്റിംഗ് കൂട്ടാൻ നടക്കുന്ന മത്സരമല്ല വാർത്ത. നിങ്ങൾ പ്രിൻ്റ് മീഡിയ നോക്ക്. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ പ്രിൻ്റ് മീഡിയ നോക്ക്. നിങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലങ്ങളൊന്നും ഒരു പ്രിൻ്റ് മീഡിയയിലല്ല. അതിനൊക്കെ ആധികാരികതയുണ്ട്. അത് രേഖ അച്ചടിച്ച് വെക്കുകയാണ്.
നിങ്ങളിത് എയറിലോട്ട് അങ്ങ് വിടുകയാണ്, മറ്റത് അച്ചടിച്ച് വയ്ക്കുകയാണ്. എഡിറ്ററുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, എല്ലാ ഉത്തരവാദിത്തമുള്ള പർട്ടിക്കുലർ ആളുകളുണ്ട്. അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും. അവിടെ വസ്തുതാപരമായ വാർത്തകളെ പ്രിൻ്റ് മീഡിയയിൽ വരത്തുള്ളൂ. ഇലക്ട്രോണിക് മീഡിയ അങ്ങനെയല്ല, ആർക്കും എന്തും പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതൊക്കെ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതാണ്. മാധ്യമധർമ്മം എന്താണെന്നൊക്കെ തിരുത്തി നിങ്ങൾ പോകേണ്ടതാണ്. അതിൻ്റെ വിശ്വസ്തത നിലനിർത്തേണ്ടതൊക്കെ പൊതുസമൂഹത്തിന് ആവശ്യമാണ്. അത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെപ്പോഴുള്ളവർ ആലോചിക്കുക. പിന്നെ ലീഗ് ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ അവരോട് ആശയ സംവാദം നടത്താറുണ്ട്. മറ്റെല്ലാ ചെറു കക്ഷികളായിട്ടുള്ള അനൂപ് ജേക്കബ് ഒരു പാർട്ടിക്ക് ഒരു MLA ഉള്ളൂ, CP ജോൺ ഒരു പാർട്ടിക്ക് ഒരു MLA ഉള്ളൂ. അവരോടൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി പോലല്ല, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ട് അടിച്ചേൽപ്പിക്കുന്ന BJP പോലല്ല. ഞങ്ങൾ അവരോടൊക്കെ ചർച്ച ചെയ്യും. പക്ഷേ ഓരോ പാർട്ടിയുടെയും കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ആരാ? അത് ആ പാർട്ടിയല്ലേ. ഞങ്ങൾ യോഗം കൂടിയിട്ട് പറയാം ലീഗിൻ്റെ നേതാവ് ഇന്ന ആളായിരിക്കണം എന്ന് ഞങ്ങൾ വന്നിരുന്ന് പറഞ്ഞാൽ അവർക്കത് തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ പറയാമോ? അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് തോന്നുന്നില്ല ലീഗ് അങ്ങനെ VD സതീശനെ ആക്കണമെന്ന്. ഞാൻ കേട്ടില്ല എങ്ങും PK കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ സാദിഖ് അലി തങ്ങളോ ഒക്കെ അത്തരം പ്രസ്താവന നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ചിലപ്പം ചില ആളുകൾക്ക് ചിലരോട് ഇഷ്ടമുണ്ടാവും. അത് ഇഷ്ടം അവർ പ്രകടിപ്പിക്കട്ടെന്നേ. അത് നമ്മളെന്തിനാ വിരോധം? കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം പറയാമെങ്കിൽ മുന്നണിക്കുള്ള അകത്തുള്ളവർക്ക് പറയരുത്. അത് പറയട്ടെ, അതാണ് ജനാധിപത്യം. ആ ജനാധിപത്യം കോൺഗ്രസ്സിലുണ്ടെന്നേ. മുന്നണിയിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കും. പാർലമെൻ്ററി പാർട്ടിയിൽ എല്ലാ MLA-മാരുടെയും അഭിപ്രായം മാനിക്കും. പാർട്ടി മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കേൾക്കും. പൊതുസമൂഹത്തിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് തീരുമാനിക്കും. പോസിറ്റീവായ രാജ്യത്തെ നയിക്കാൻ നമ്മൾ പറഞ്ഞ പോലെ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇന്നിപ്പോൾ 5ാം ദിവസമാണ്. ഒരു മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിലേക്ക് ഒരൊറ്റ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന് ഒരു തീരുമാനമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടിപ്പോയാൽ നാളത്തോടുകൂടി ഒരു ചിത്രം തെളിയുമെന്ന് കരുതുന്നു. ഈ 3 പേരിൽ ആരിൽ നറുക്ക് വീണാലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ? പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നല്ലേ പാർലമെൻ്ററി പാർട്ടി കൂടി കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി എഴുതി കൊടുത്തത്. കോൺഗ്രസ് പ്രസിഡന്റ് ആരെ തീരുമാനിച്ചാലും അംഗീകരിക്കും എല്ലാവരും എന്നല്ലേ എഴുതി കൊടുത്തത്. അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ നിങ്ങൾ കാണണം, 4-ാം തീയതി റിസൾട്ട് വരുന്നു. 5-ാം തീയതിയും 6-ാം തീയതിയുമായിട്ടാണ് MLA-മാർ ജയിച്ച സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നത്. 5, 6 തീയതിയിലാണ്. ഇതേ സമയം തന്നെ അവരെല്ലാവരും അവരുടെ മണ്ഡലത്തിൽ നന്ദി പര്യടനത്തിലാണ്. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ കൾച്ചർ അതാണ്. അതിനുശേഷം പാർലമെൻ്ററി പാർട്ടി യോഗം കൂടിയത് മിനിഞ്ഞാന്നാണ്. തൊട്ട് പിറ്റേ ദിവസം പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി. ഇന്നലെ ആ റിപ്പോർട്ട് കോൺഗ്രസ് അധ്യക്ഷന് കൈമാറി. ആ ചർച്ച അവിടെ പൂർത്തിയാക്കി. ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ ഫൈനൽ വേർഡായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയെ കാണും, ചർച്ച ചെയ്യും. സോണിയാഗാന്ധിയെ കാണും, ചർച്ച ചെയ്യും. അതെല്ലാം ഇന്ന് അവിടെ നടക്കും. അപ്പോൾ ഇത് 23-ാം തീയതി വരെ ഉണ്ടെന്ന്. ഭരണഘടനാപരമായി പിണറായി വിജയൻ 23 വരെ കാവൽ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ. നിങ്ങൾ കിടന്ന് അറുക്കുന്നതിന് മുമ്പ് പിടയ്ക്കാതെ. അപ്പം റിസൾട്ട് വന്നു. പാർലമെന്ററി പാർട്ടി കൂടി റിപ്പോർട്ട് ഇങ്ങനെ ചോദിക്കുന്ന കാരണം നമ്മളിപ്പം നമ്മള് ഒരുപാട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ഒക്കെയും കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടിട്ടില്ല. ഒരു 3 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നു, അതിൽ പലർക്കും വേണ്ടി പ്രതിഷേധ പ്രകടനം നടക്കുന്നു, ആളുകൾ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യം കണ്ടില്ല. ഇതൊക്കെ അസാധാരണമല്ലേ? അല്ല, അതാണ് ഒരു കോൺഗ്രസ്സുകാരൻ പെട്രോൾ ഒഴിച്ച് ആത്മാഹുതി നടത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ അതിന് ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ പോകുന്നവൻ്റെ ഒരു തീപ്പെട്ടിയും കൂടെ എടുത്തുകൊണ്ട് പോകണ്ടേ, ഒരു ലൈറ്ററും കൂടെ എടുത്തുകൊണ്ട് പോകണ്ടേ? അതാണ് നമ്മൾ കാണേണ്ടത്. ഇത്തരം സമരങ്ങൾ ആരാണ് നടത്തുന്നത്? ഇത്തരം സമരങ്ങൾ കേരളത്തിൽ ആരാണ് നടത്തിയിട്ടുള്ളത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെയെങ്കിലും ആത്മാഹുതി നടത്തിയിട്ടുണ്ടോ? കേരളം രൂപീകൃതമായിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ടോ? ആ ഒരു സമരശൈലി കോൺഗ്രസിനുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ പിന്നിലുള്ള നിഗൂഢ ശക്തികളാണ് ഇത്തരം ക്യാമ്പയിനുകൾ നടത്തുന്നത്. അവർക്ക് വേറെ അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്നു കൊടുക്കില്ല. വെരി ക്ലിയർ. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, നിന്നു കൊടുക്കില്ല. മനസ്സിലായില്ലേ? കേരളത്തിലെ ഓരോ MLA-മാരും കോൺഗ്രസിൻ്റെ UDF-ൻ്റെ MLA-മാർ നിന്ന് കൊടുക്കില്ല. അറിഞ്ഞോ അറിയാതെയോ ആവേശം മുറ്റി ഇതെല്ലാമാണ് ശരി എന്ന് വിചാരിച്ച് ആരെങ്കിലുമൊക്കെ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് 2-3 ദിവസം കൊണ്ട് അവർ തിരിച്ചറിഞ്ഞോളും കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്, എങ്ങനെയാണ് ഈ പാർട്ടി പോകുന്നത്. ആദ്യത്തെ ക്യാബിനറ്റിൽ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സ്ത്രീകൾക്ക് ഞങ്ങൾ സൗജന്യം പ്രഖ്യാപിക്കുന്നു. അവരുടെ യാത്ര ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന തീരുമാനങ്ങൾ വരാൻ പോവുക. XORY ആര് മുഖ്യമന്ത്രി ആയാലും പെൺകുട്ടികൾക്ക് മാസം ധനസഹായം പ്രഖ്യാപിക്കാൻ പോവുക പഠനത്തിന്. മനസ്സിലായില്ലേ? അത്തരം ജനകീയമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആശാ വർക്കർമാർക്ക് 700 രൂപ അടിസ്ഥാന വേതനം പ്രഖ്യാപിക്കാൻ പോവാണ്. അങ്ങനെ ധീരോദാത്തമായ തീരുമാനങ്ങളെടുത്ത് മുതിർന്ന ആളുകളെ സംരക്ഷിക്കാൻ പ്രത്യേക വകുപ്പുണ്ടാക്കാൻ പോവാണ്.
ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ പണം കൊടുക്കാൻ പോവാണ്, പലിശരഹിത വായ്പ കൊടുക്കാൻ പോവാണ്. എത്രയോ കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മുടെ കയ്യിലുള്ള ഉത്തരവാദിത്വം. നിങ്ങൾക്കിതൊന്നുമല്ല. പക്ഷേ നിങ്ങളിപ്പോൾ പറഞ്ഞു ഒരൊറ്റ വരി കൂടി സേതു പറഞ്ഞു ഞങ്ങളുടെ പഠനത്തിൽ അറിയില്ല, ഇങ്ങനൊരു കാര്യം കണ്ടില്ല. ഇങ്ങനെ ചാനലുകൾ ഇല്ലായിരുന്നേ ഇതൊന്നും കാണാനും കൊടുക്കാനും വാശിക്കും മത്സരിക്കാൻ. ഇങ്ങനൊരു സൈബർ സ്പേസ് ഇല്ലായിരുന്നേ. നിങ്ങൾ 2 ദിവസം ക്യാമറയും കൊണ്ട് ചെന്നില്ലെങ്കിൽ ഒരു ബാനർ കെട്ടിവെച്ചാൽ എന്താ നടക്കുന്നത്? സേതുവിനറിയാലോ. ഒരു ബാനർ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ അപ്പോഴേ അവിടുത്തെ റിപ്പോർട്ടറെ വിളിച്ചിട്ട് അതൊന്നും എടുത്ത് കൊടുക്കണമെന്ന് പറയുന്നില്ല. അതാണോ പ്രതിഷേധം? ഒരു ഫ്ലെക്സ് കീറുമ്പോൾ നിങ്ങളത് എടുത്ത് വിഷ്വലൈസ് ചെയ്യണം എന്ന് പറയുന്നതാണോ പ്രതിഷേധം? അതാണോ രാഷ്ട്രീയം? അതൊക്കെ ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക മാറ്റത്തിന്റെയും സാങ്കേതിക വൈഭവത്തിന്റെയും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങളായിട്ട് കണ്ടാലും മതി. സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി, UDF-ന്റെ ഉജ്ജ്വലമായ വിജയത്തിന് അങ്ങേക്കും കൂടി അഭിനന്ദനം അറിയിക്കുകയാണ്. ഉടനെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നും കരുതുന്നു. നല്ലൊരു ദിവസം കൂടി ആവട്ടെ ഇന്ന്. തീർച്ചയായിട്ടും തിങ്കളാഴ്ച പുതിയ മുഖ്യമന്ത്രിയുടെ വാർത്തകളും സ്റ്റോറിയും ചെയ്യാൻ നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അങ്ങനെ ആവട്ടെ.